ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഒരു NBFC തന്നെയാണ്. നമ്മൾ ഏകദേശം കുറച്ച് നാൾ മുന്നേ ഈ ഒരു വീഡിയോ ചെയ്തിരുന്നു. അവരുടെ എലിജിബിലിറ്റീസ് എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷൻ വന്ന് നോക്കിയ സമയത്ത് ഇപ്പോൾ അവർ കുറച്ച് എലിജിബിലിറ്റി കുറച്ചിട്ടുണ്ട്. നമുക്കൊരു 90% പേർക്കും ലോൺ കിട്ടുന്ന രീതിയിലാണ് ഇവർ ഇത് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. അതും വളരെ വളരെ കുറഞ്ഞ എലിജിബിലിറ്റിയിൽ. ഇതിന് നിങ്ങൾക്ക് സാലറിയോ ഇൻകം പ്രൂഫോ മറ്റു കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞാനൊരു അർജൻറ്റായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഏത് ആപ്പ് ഫില്ല് ചെയ്യുമ്പോഴും വലിയൊരു അർജൻറ്റ് കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ NBFCയിലെ ഫോം പ്രത്യേകിച്ച് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ മാർക്കറ്റിലായിരിക്കും ജോബ്, അല്ലെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി ഗാർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഷോപ്പ് കീപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ തട്ടുകട നടത്തുന്ന ആളായിരിക്കും. അപ്പോൾ എന്തുമായിക്കോട്ടെ, നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാലറിയിൽ നിന്ന് കൊടുക്കുക. പിന്നെ സാലറി കിട്ടുന്നത് ഓൺലൈൻ, അതായത് നിങ്ങൾക്ക് ബാങ്ക് വഴിയാണ് ട്രാൻസ്ഫർ ഒന്ന് കൊടുക്കുക, അല്ലാതെ കൊടുക്കരുത് കേട്ടോ. കാരണം അത് ഈ NBFCക്കാരുടെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയൻ അവരങ്ങനെ നോക്കും. നിങ്ങളങ്ങനെ ഇപ്പോൾ നിങ്ങൾ ത്രൂ ക്യാഷ് എന്നങ്ങൾ സാലറി കിട്ടിട്ട് ത്രൂ ക്യാഷ് എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ ആ സ്പോട്ടിൽ തന്നെ അത് റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സാലറി നിങ്ങൾക്ക് കയ്യിലായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടു തന്നെയായാലും നിങ്ങൾ കൊടുക്കുമ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് മാത്രമേ കൊടുക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജോബ് ചോദിക്കുമല്ലോ, സാലറി ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ ബിസിനസ് ആണോ എന്ന് ചോദിക്കുമല്ലോ, അതിൽ സാലറി ആണെന്ന് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ബിസിനസ് പരമായിട്ട് ലോൺ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ITR GST ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് കൊടുത്തിട്ട് ആ പ്രൂഫ് കൊടുത്താലും മതി. ഇപ്പം നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ചാനലിലുള്ള ഒരു 80% പേർക്കും അങ്ങനെ രേഖകളോ കാര്യങ്ങളോ കാണില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഏത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോഴും നിങ്ങൾ ജെനുവിനായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഓൺലൈൻ വർക്കോ അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസ്ഡോ എന്തെങ്കിലും ചെയ്യുന്ന ആളായിരിക്കാം, നിങ്ങളത് എന്ത് തന്നെ കൊടുക്കുക, സാലറി എന്ന് കൊടുക്കുക. പിന്നെ സാലറി കിട്ടുന്നത് ത്രൂ ബാങ്ക് ട്രാൻസ്ഫർ എന്നോ ചില ആപ്പിൽ ഓൺലൈനിൽ നിന്ന് കാണും, അത് ഓൺലൈനിൽ നിന്ന് കൊടുക്കുക, അല്ലാതെ ഒന്നും നിങ്ങൾ ചെയ്യരുത്. അതുപോലെ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ 30,000 രൂപ ഒരു വരുമാന രേഖകളുമില്ലാതെ നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നു. ഓക്കെ, ഇനി സിബിൽ, അത് ഏറ്റവും കുറഞ്ഞ സിബിലാണ് അവർ ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ സിബിലൊന്നും ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ മണി വ്യൂ ചെയ്യുമ്പോൾ ഏകദേശം 550 സിബിൽ സ്കോർ മതിയായിരുന്നു. പക്ഷേ ഇവരുടെ സിബിൽ സ്കോർ ചോദിച്ചിരിക്കുന്ന 575 സിബിൽ സ്കോറാണ്. 21 വയസ്സ് മുതൽ 58 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇവർ ലോൺ കൊടുക്കും. ഇപ്പോൾ സെൽഫ് എംപ്ലോയി ആയിക്കോട്ടെ, സാലറിഡ് ആയിക്കോട്ടെ, എന്തിനെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ലോൺ ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഒരു വിധം എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഇവർ തീർച്ചയായിട്ടും ലോൺ തരും. പിന്നെ ഞാൻ മുമ്പ് പറയുന്ന പോലെ നിങ്ങൾ ലോൺ എടുത്തിട്ട് ഒരു 2010 ലോൺ എടുത്തിട്ട് 2025 പോലും അടച്ചു തീർക്കാത്തവർക്കൊന്നും ലോൺ ആരും കൊടുക്കില്ല. അതിനൊന്നും എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. അതിനൊക്കെ ഇനി പുതിയ ആപ്പുകൾ വരണം, മനസ്സിലായല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇപ്പോൾ 2020 നിങ്ങൾ ലോൺ എടുത്തു, അത് അടച്ചില്ല, അത് സെറ്റിൽമെൻറ്റായി വീട്ടിലാൾ വന്നു, അങ്ങനെ എക്സിക്യൂട്ടീവ് കളക്ഷൻ എക്സിക്യൂട്ടീവ് വന്നു, അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ലോൺ കിട്ടില്ല, അത് ഏത് ആപ്പിൽ നിന്നായാൽ പോലും തന്നെ. അപ്പോൾ നിങ്ങൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഏത് ആപ്പിൽ ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ പിൻകോഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ ആപ്പുകളും ഇപ്പോൾ ബാങ്കുകൾ പോലും ഒരു പർട്ടിക്കുലർ പിൻകോഡിൽ ചിലപ്പോൾ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ടൈം സേവ് ചെയ്യാം, മനസ്സിലായില്ലേ. അല്ല എല്ലാം ഫില്ല് ചെയ്തിട്ട് അവസാനം പറയും ഈ പിൻകോഡ് സർവീസബിൾ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല വിഷമം വരും. നിങ്ങൾ ചിലപ്പോൾ എന്നെ വിളിച്ച് വിളിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിൻകോഡ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ കുറച്ച് എലിജിബിലിറ്റിയും വേണം കേട്ടോ. നമ്മളെ ഒബ്ലിഗേഷൻസ് ഉണ്ടല്ലോ. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ നല്ല ബാങ്കിങ് ഉള്ള ആളായിരിക്കാം, ഒരു മാസത്തിൽ ഒരു 5 ലക്ഷവും 10 ലക്ഷവും ഉള്ള ബാങ്കിങ് ഉള്ള ആളായിരിക്കാം. പക്ഷേ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ ലോൺ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏത് ആപ്പിൽ നിന്ന് എടുത്താലും 7 ലക്ഷം 8 ലക്ഷം 7,000 8,000 അങ്ങനെ എലിജിബിലിറ്റീസൊക്കെ വരികയുള്ളൂ. അത് എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. ഞാൻ കാണിച്ചു തരാം, പ്രൂഫ് കാണിച്ചു തരാം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന പോലെ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക, OTP പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ OTP വന്നു, നമ്മൾ വെരിഫിക്കേഷൻ. ഇവിടെ നിങ്ങളുടെ പേര്, അത് നിങ്ങൾക്കറിയാമല്ലോ, പേര്, അതുപോലെ തന്നെ ഓപ്ഷണൽ, മിഡിൽ നെയിം ഓപ്ഷണലാണ്, അത് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ലാസ്റ്റ് നെയിം, പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID, എന്നിട്ട് കണ്ടിന്യൂ ഓപ്ഷൻ പ്രസ് ചെയ്യുക.
അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ, കറണ്ട് അഡ്രസ് പ്രൂഫ് ഇവിടെയെല്ലാം ചോദിക്കും. അതെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. സിറ്റി നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പിൻകോഡ് കൊടുക്കുമ്പോൾ തന്നെ സിറ്റി കാണിക്കും. പിന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ സെൽഫ് എംപ്ലോയീസ് എന്ന് മാറ്റിയിട്ട് എന്താ പറയുന്നത്, സാലറീസ് എന്നാക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുക. ഓക്കെ. പിന്നെ ഇവിടെ ബിസിനസ് പക്ക ബിസിനസ് ചെയ്യുന്നവർക്ക് ITR GST ഉള്ളവർക്ക് എന്താ പറയുന്നത്, സെൽഫ് എംപ്ലോയ് എന്ന് കൊടുക്കുക. അവർക്ക് പ്രൂഫ് ഉണ്ടല്ലോ. ഞാൻ ഈ ഡോക്യുമെൻ്റ് ഇല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായി, നമ്മൾ ഈ ചെറിയ കടയൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഒരു ഡോക്യുമെൻറ്റും കാണില്ല. അപ്പോൾ ആ ഒരു കേസിലാണ് പറഞ്ഞത്, നിങ്ങൾ സാലറി എന്ന് ഇവിടെ കൊടുക്കുക. ഇവിടെ ബാങ്ക് ട്രാൻസ്ഫർ മീൻസ് ബാങ്ക് അക്കൗണ്ട് എന്ന ഓപ്ഷൻ കൊടുക്കുക. ക്യാഷോ ചെക്കോ അതേഴ്സോ കൊടുക്കുകയാണെങ്കിൽ അത് റിജക്റ്റ് ആവും, പൂർണ്ണമായിട്ടും റിജക്റ്റ് ആവും. ഇനി നിങ്ങളുടെ നെറ്റ് മന്ത്ലി സാലറി ഇവിടെ കൊടുക്കുക. ലോൺ റിക്വയർമെൻറ്റ് എത്രയാണ് വേണ്ടത് അത് കൊടുക്കുക. ലോൺ ടെന്യൂരിറ്റി ഇവിടെ കൊടുക്കുക. ഇത് ഡമ്മി പ്രൊഫൈലാണ് ഞാൻ ചെയ്തത്. ഓക്കെ. ഗെറ്റ് ലോൺ ഓഫേഴ്സ് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 7,000 രൂപയാണ്. ഇനി തിരിച്ചടയ്ക്കാനുള്ള എമൗണ്ട് 7,234 രൂപ 41 പൈസയാണ്. ഫെബ്രുവരി 3-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എനിക്ക് ഇത്രയും കിട്ടിയതിൻ്റെ കാരണം നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയാം എനിക്ക് എത്ര ടൈപ്പിലുള്ള ലോൺ ഉണ്ടെന്ന്. എനിക്ക് 2 കാർ ലോണുണ്ട്. അതായത് ഒരു ന്യൂ കാർ ലോണും അതുപോലെ തന്നെ ഒരു യൂസ്ഡ് കാർ ലോണും ഉണ്ട്. അതേപോലെ തന്നെ 6 ക്രെഡിറ്റ് കാർഡ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ആപ്പുകളിൽ നിന്ന് ക്രെഡിറ്റ് ബി, ബ്രാഞ്ച്, ട്രൂ ബാലൻസ്, സ്റ്റാഷ് ഫിൻ, മണി വ്യൂ, ഇതിൽ നിന്ന് മുമ്പ് നിങ്ങളെ കാണിച്ചു തന്നാണ് എനിക്ക് എത്ര ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇപ്പോൾ എൻ്റെ എലിജിബിലിറ്റി മാക്സിമമായി നിൽക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നമ്മളിനി എത്ര എലിജിബിലിറ്റി ഉള്ള ആളാണെങ്കിലും നമ്മുടെ ഒരു എന്താ പറയുക, ബാങ്കിന് എത്ര രൂപ നമുക്ക് കൊടുക്കണമെന്നൊരു നിയമമുണ്ട്. അപ്പോൾ എനിക്ക് ഈ ആപ്പിൽ നിന്ന് കിട്ടിയ മാക്സിമം എമൗണ്ട് 7,000 രൂപയാണ്. ചിലപ്പോൾ എനിക്ക് ഫെബ്രുവരി 3-ാം തീയതി ഇത് അടയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ കൂട്ടി വരും. നല്ല എലിജിബിലിറ്റി ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് 20,000, 30,000 രൂപയും ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തേണ്ടതുണ്ട്. നമ്മൾ ഒരു എന്താ പറയുന്നത്, ഒരു ഫ്രോഡ് ഫിനാൻസ് ടീംസാണ്. അവർ എന്താ പറയുന്നത്, നമ്മളെ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നമ്മളെ പറ്റിക്കുന്നതായിട്ട് തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ്, അതുപോലെ തന്നെ മറ്റ് ഇങ്ങനെ ബാങ്കിങ് വീഡിയോസ് ചെയ്യുന്ന മറ്റ് സുഹൃത്തുക്കളെല്ലാം ആ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് പലതരം കംപ്ലൈൻറ്റും, അത് ഉടായിപ്പാണ്, ഫുൾ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന തെമ്മാടികളെന്ന് നമുക്ക് വിളിക്കാം. അത് ഇവർ ഒരു ഫിനാൻസിൻ്റെ ഇപ്പം XYZ ഫിനാൻസ് ആഴ്ചതോറും ഫിനാൻസിൻ്റെ പേരിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇപ്പം എന്താ പറയുന്നത്, XYZ, DB, XF, അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം. ഇവർ ആൾക്കാരെ പറ്റിച്ചിട്ട് ആദ്യമേ പറയും നിങ്ങൾക്ക് എന്താ പറയുന്നത്, നമ്മൾ FBയിലൊക്കെ നോക്കുമ്പോൾ സിബിൽ സ്കോർ വേണ്ട, ലോൺ എന്ന് കണ്ടാൽ അപ്പോൾ വിചാരിച്ചോളണം, ഉടായിപ്പെടെന്ന് വിചാരിച്ചോളണം. ഓക്കെ. ആ നമ്മളെ പൈസ ഓൺ ദി സ്പോട്ടിൽ പോകും. ഇന്നലെയും നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് പൈസ പോയി. പക്ഷേ അവർ ഞാനിട്ട വീഡിയോസ് ഒന്നും കണ്ടില്ല. അവർ പറഞ്ഞ സ്പോട്ടിൽ അവരൊരു ടെക്നിക്ക് യൂസ് ചെയ്താണ് പൈസ പറ്റിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് 90,000 രൂപ, ഏകദേശം 1,00,000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെന്നോട് വിളിച്ച് കരഞ്ഞാണ് കാര്യങ്ങൾ പറഞ്ഞത്. മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പൈസയായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുക്കൂ. അതിന് ആ കംപ്ലയിൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്നെക്കൊണ്ട് ആമിതം ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ട്രാപ്പിൽ ഇന്ന് വീഴരുത് കേട്ടോ. നമുക്ക് ആർക്കും ഒരാളും ഫ്രീ ആയിട്ട് 5 പൈസയും തരില്ല. മനസ്സിലായില്ലേ? 1 രൂപ തരുന്നെങ്കിൽ തന്നെ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കള്ളക്കളിയിൽ കൊണ്ട്. നിങ്ങൾക്ക് സിബിൽ സ്കോർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ പരസ്യമോ എന്തെങ്കിലും കണ്ടാൽ ഉടനടി തലവെച്ച് കൊടുക്കരുത്. അത് ഫേക്കാണ്, അത് ഉപേക്ഷിക്കുക, വിട്ടുകളയുക. ഓക്കെ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.